സഹാബത്ത് ഖുർആൻ പഠിച്ചത് എവിടെന്നാ? സഹാബത്ത് നമ്മളെ പോലെ ഖുർആൻ വായിച്ചു പഠിച്ചതാണോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹിമകളെ, ആ ഖുർആനിന്റെ ആശയ ആദർശങ്ങളെ ലൈവായിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ഒരു ഖുർആൻ പഠിച്ചത്. അതാണ് ആയിഷത്തു സിദ്ദീഖ പറഞ്ഞത്, ആ ഖുർആനിലുള്ള നന്മകളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എവിടെ? സമൂഹത്തിൽ എങ്ങനെയാകണം, കുടുംബത്തിൽ എങ്ങനെയാകണം, വീട്ടിൽ എങ്ങനെയാകണം, യുദ്ധമുഖത്ത് എങ്ങനെയാകണം, കച്ചവട രംഗത്ത് എങ്ങനെയാകണം, കൃഷിയിടങ്ങളിൽ എങ്ങനെയാകണം, ഏതുവരെ അടുക്കളയുടെ ഉള്ളിൽ പോലും എങ്ങനെയാകണമെന്ന് അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനും മാതൃക കാണിച്ചു കൊടുത്തു എന്ന് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കും. ഇത് വിശുദ്ധമായ ഖുർആനിലെ ലോകത്ത് വലിയ ഭീകരതയുടെ ഗ്രന്ഥമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു, തെറ്റിദ്ധരിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? ഖുർആനിനെ മാത്രം, അതാ ഖുർആനിനെ ആ രീതിയിൽ, ഖുർആനിന്റെ ആശയങ്ങളെ മാത്രം വായിക്കുവാൻ, ഖുർആനിനെ ഒരു വായനാ ഗ്രന്ഥമാക്കി മാത്രം വായിക്കുവാൻ തയ്യാറായപ്പോ, ചരിത്രത്തിന്റെ പിൻബലമില്ലാതെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതമായ സ്വഭാവങ്ങൾ പഠിക്കാതെ ഖുർആനിനെ നേർക്ക് വായിക്കാൻ തയ്യാറായപ്പോൾ, അതിന് തുനിഞ്ഞപ്പോഴാണ് ഖുർആൻ ഭീകരത ഗ്രന്ഥമെന്ന് ഒരു വിഭാഗം തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അവർ പഠിക്കേണ്ടത് ആദ്യം റസൂലുള്ളാഹിന്റെ സ്വഭാവമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളിൽ എങ്ങനെയായിരുന്നു സഹോദരങ്ങളെ, എങ്ങനെയായിരുന്നു സ്വഹാബാക്കളോട് വർദ്ധിച്ചിരുന്നത്? അവരിൽ ഒരാളായി നമുക്കൊരു സ്ഥാനം കിട്ടി, ഒരു പള്ളിയുടെ പ്രസിഡന്റായി അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ മെമ്പറായാൽ നമുക്ക് എന്തൊരു ഗമയായിരിക്കും. അവരോട് നമ്മൾ താഴ്ന്ന ആൾക്കാരോട് നമ്മൾ സംസാരിക്കാൻ പോലും, ഒന്ന് പുഞ്ചിരിക്കാൻ പോലും നമുക്ക് കഴിയില്ല, നമുക്കത് മനസ്സ് വരില്ല. എന്നാൽ അഷ്റഫുൽ ഖൽഖ് ലോകത്തിന്റെ നേതാവ് തിരുനബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് എങ്ങനെയായിരുന്നു? കാന സ്വഹാബുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കൾ തനാശദു, അവർ പാട്ടുപാടുമായിരുന്നു റസൂലിന്റെ അടുക്കൽ. ഇന്നഹു ശഅറൻ വശൈഅൻ, മറ്റു പലതും ചെയ്യുമായിരുന്നു. വയൽഹഖൂന വയദ്കുറൂന മിൻ അംരി ജാഹിലിയ, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ജാഹിലിയ സംസ്കാരത്തിൽ നടത്തിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങളെ, അതിൻ്റെതായ ആ മൂഢഫലങ്ങളെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ട് ചിരിക്കുമായിരുന്നു എന്നാണ് ആ റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് അവരോടൊപ്പം പുഞ്ചിരിക്കുമായിരുന്നു എന്നാണ്.